അമ്മാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നാടൻ കോഴികളൊക്കെ മുട്ടടാനുള്ള പ്രായമായിട്ട് മുട്ടടാതൊക്കെ നിൽക്കണമെങ്കിൽ ഈ രീതിയിലൊക്കെയാണ് നമ്മൾ ഭക്ഷണത്തിൻ്റെ ഒക്കെ ക്രമം ഉണ്ടെങ്കിൽ എന്തായാലും കോഴികളെ പ്രായമാകുമ്പോൾ തന്നെ മുട്ടടും ചെയ്യും. കാരണം മുട്ടടാത്ത അങ്ങനത്തെ ഒരു പ്രശ്നം തന്നെ ഉണ്ടാവില്ല. നമുക്കൊരു മുട്ടത്തീറ്റൊന്നും വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നാടൻ കോഴികളാണെങ്കിൽ. അതുപോലെ പുറത്തിടുന്ന കോഴികളാണെങ്കിലും പുറത്ത് വിടാത്ത കോഴികളാണെങ്കിലും ഈ രീതിയിലൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ മുട്ടടാതെ നിൽക്കുന്ന പ്രശ്നമൊക്കെ ഉള്ള കോഴികൾക്ക് എന്തായാലും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും കോഴികൾ മുട്ടടും ചെയ്യും. മുട്ട ചിലപ്പോൾ അവർക്ക് നെയ്യ് കെട്ടിയിട്ടുള്ള പ്രശ്നം കൊണ്ട് അങ്ങനെയും മുട്ടടാതിരിക്കും. അതേമാതിരി വിര ഉള്ള കോഴികളാണെങ്കിൽ അങ്ങനെയും മുട്ടടാത്തൊക്കെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമ്മൾ മുട്ടടാതെയൊക്കെ നിൽക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ വിരമരുന്നൊന്നും കൊടുക്കാത്തവരാണെങ്കിൽ എന്തായാലും ഈ രീതിയിൽ വിരമരുന്നൊക്കെ ഒന്ന് കൊടുത്തു നോക്കുക. ഇവിടെ മൃഗാശുപത്രിയിൽ നിന്ന് തന്നെയാണ് വിരമരുന്നൊക്കെ വാങ്ങിക്കൊണ്ടുവരല്. ഇനി അത് കിട്ടൂലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മെഡിക്കൽ സ്റ്റോറിൽ പറഞ്ഞാലും വിരമരുന്ന് ചോദിച്ചാലും കോഴികൾക്ക് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ അവർ തരും. ഇതിപ്പോൾ നമ്മൾ വൈകുന്നേരത്താണ് കോഴികൾക്കൊക്കെ കൊടുക്കൽ. എന്നാൽ പിന്നെ അവർ വേറെ അങ്ങനെ ഭക്ഷണവും തീറ്റയൊന്നും എടുക്കില്ല. അപ്പോൾ പിന്നെ ആ മരുന്ന് കൊടുക്കുന്നത് അവർക്ക് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വൈകുന്നേരത്ത് കൂട്ടിലൊന്ന് കയറിയതിൻ്റെ ശേഷം എല്ലാവരും ഓരോരുത്തരെ പിടിച്ച് അങ്ങനെ കൊടുത്താൽ മതി. അതുപോലെ നമ്മൾ വിരമരുന്ന് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് വിറ്റാമിൻ മരുന്ന്, ഇത് ഗ്രോയിപ്ലക്സ് ആണ്. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ കുടിക്കണ ആ വെള്ളത്തിൽ രാവിലെ തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അത് എത്ര പാത്രത്തിൽ നമ്മൾ വെള്ളം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പാത്രത്തിലൊക്കെ വിറ്റാമിൻ മരുന്ന് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക. അത് നമ്മൾ കൊടുക്കണ അന്നും തലേ ദിവസമോ അതുപോലെ പിറ്റേ ദിവസം അങ്ങനെ 2-3 ദിവസമായിട്ട് ആ വിറ്റാമിൻ മരുന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പിന്നെ അവർക്ക് വിരമരുന്നൊക്കെ കൊടുത്തതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാനൊക്കെ വേണ്ടിയിട്ടാണ്. അതുപോലെ കോഴിക്കൂടും തന്നെ മരുന്നൊക്കെ കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് കോഴിക്കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കും വേണം. അല്ലെങ്കിൽ പിന്നെ അവരെ കോഴിക്കാഷ്ടമൊക്കെ കൂട്ടിൽ തന്നെ ആയി പിന്നീട് അത് അവരെന്നെ ഭക്ഷണത്തിൽ കൂടെ ഒക്കെ എങ്ങനെയൊക്കെ പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനൊക്കെ നമ്മൾ കഴിഞ്ഞതിൻ്റെ ശേഷമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതുപോലെ നന്നായിട്ട് മുട്ടത്തൊണ്ട് പൊടിച്ചങ്ങാണ്ട് തീറ്റയിൽ നമ്മൾ എപ്പോഴും ഉൾപ്പെടുത്തി കൊടുക്കുക. നമുക്ക് ദിവസേന കുറേശ്ശെ ഉൾപ്പെടുത്തുക. അതല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കുക. അത് ഒരു തൊട്ട് പോലും നമ്മൾ കളയാതെ ഇങ്ങനെ പൊടിച്ച് വെച്ചാൽ മതി. അതെന്തായാലും കൊടുത്താൽ കോഴികൾക്ക് ഈ മുട്ടടാത്ത പ്രശ്നമോ തോൽ മുട്ടയിടണേ അതേമാതിരി കോഴികളിങ്ങനെ തമ്മിൽ കൊത്തണേ അങ്ങനത്തേനൊക്കെ ഒരുപാട് നല്ലതാണ്. മുട്ടത്തോടൊക്കെ ഇവിടെ എന്നും കൊടുക്കണതാണ് കോഴികൾക്ക്. അതുപോലെ തവിട്, ഏതെങ്കിലും ഒരു തവിട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് എന്തായാലും കൊടുക്കണം. ഇതിപ്പോൾ ചോളോ തവിടാണ്. അതല്ലെങ്കിൽ നമുക്ക് അരിത്തവിട്, അവിലിൻ്റെ തവിട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിയിട്ട് അതും കുറച്ച് നമ്മൾ ഭക്ഷണത്തിൽ എന്തായാലും ഉൾപ്പെടുത്തി കൊടുക്കുക. അതുപോലെ ഇലകൾ, ഏതെങ്കിലും ഒരു ഇല, മുരിങ്ങയിലേ ചീരയിലേ എന്താ നമുക്ക് കിട്ടണത്, അതുമാതിരി വാഴൻ്റെ ചെറിയ തൂമ്പയിലേ അതുപോലെ വാഴപ്പിണ്ടി, വാഴക്കൂമ്പ് അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ഒരു സാധനം കൂടി നമ്മൾ ഇതിൽ കൂടെ ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ തീറ്റയും കുറച്ച് കുറക്കുക. അതുപോലെ കോഴികൾക്കും തന്നെ മുട്ടയിടാനൊക്കെ ഏറ്റവും നല്ലതാണ്. ഇതതുപോലെ തേങ്ങാ പിണ്ണാക്കാണ്. ഇതുണ്ടെങ്കിൽ ഒരു കുറച്ച് നമ്മൾ ഒന്ന് കുതിർത്തിയിട്ട് അതും കൂടി ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കുക. അതുപോലെ ഗോതമ്പൊക്കെ കിട്ടുകയാണെങ്കിൽ അത് കുതിർത്തിയിട്ടോ പൊടിച്ചിട്ടോ നുറുക്കിയിട്ടോ അങ്ങനെ അത് നമുക്ക് കൊടുക്കാം. അതുപോലെ ഇത് മീനിൻ്റെ വേസ്റ്റാണ്. ഇതെന്തായാലും കൊടുത്താൽ നമുക്കൊന്നും കിട്ടണില്ലെങ്കിൽ ഇത് കുറച്ച് നമുക്ക് മീനൊക്കെ വാങ്ങുമ്പോൾ വാങ്ങിയിട്ട് ഇങ്ങനെ വേസ്റ്റൊക്കെ ഒന്ന് മഞ്ഞളിട്ടൊന്ന് വേവിച്ചിങ്ങാണ്ട് കൊടുക്കുക. അപ്പോൾ ആ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ തന്നെ കോഴികൾക്ക് ഈ മുട്ടടാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അത് നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലാത്തതുമല്ലേ. നമ്മൾ മീനൊക്കെ പുറത്ത് പോയി വാങ്ങിയാലൊക്കെ അങ്ങനത്തെ വേസ്റ്റ് അവരോട് ചോദിച്ചാൽ അത് കിട്ടിയാൽ കൊടുങ്ങാണ്ട് ഒന്ന് കഴുകിങ്ങാണ്ട് മഞ്ഞളൊക്കെ ഇട്ടൊന്ന് വേവിച്ച് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെ തന്നെ വെറുതെ കൊടുക്കരുത്. കാരണം മീനൊക്കെ മീനൊക്കെ ഓരോന്നൊക്കെ ഇട്ടിട്ടൊക്കെ അല്ലേ നമുക്ക് മീനൊക്കെ കിട്ടുക. അപ്പോൾ പിന്നെ അതങ്ങനെ നേരിട്ട് കൊടുക്കുമ്പോൾ അത് കോഴികൾക്കും അതുപോലെ തന്നെ ആവില്ല. അപ്പോൾ അതിനൊക്കെ ഒന്ന് കഴുകിയതിൻ്റെ ശേഷം ഒന്ന് മഞ്ഞളൊക്കെ ഇട്ടൊന്ന് വേവിച്ച് കൊടുക്കുക. അതിൻ്റെ ശേഷം നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ കൊടുത്താൽ പിന്നെ അവർ അതിലത്തെ ഇലകളൊന്നും വേസ്റ്റ് ആക്കില്ല. ഭക്ഷണത്തിൽ കൂടെ ഉൾപ്പെടുത്തിയാൽ കൊടുക്കുമ്പോൾ ഏത് തിന്നാത്ത കോഴികളും അതിൻ്റെ കൂട്ടത്തിലൊക്കെ ഇലകളൊക്കെ നന്നായിട്ട് തിന്നും ചെയ്യും. കോഴികൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും. നല്ല മുട്ടയിടാത്തൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇവിടെ കോഴികളൊക്കെ എല്ലാ കോഴികളും മുട്ടയിടുന്ന തന്നെയാണ്. അങ്ങനെ നെയ്യ് കെട്ടി നടക്കണ ആ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പിന്നെ അവർ ലാസ്റ്റ് ആ ഇലകളൊക്കെ പിന്നെ അവസാനം തീറ്റയൊക്കെ കഴിഞ്ഞാലും പിന്നെ വന്നിട്ടൊക്കെ ആയിട്ട് അക്ക കൊത്തി തിന്ന് പാത്രം കണ്ട് ഫുള്ള് വൃത്തിയാക്കി എടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ എന്തായാലും കൊടുത്തു നോക്കുക. എന്നിട്ട് മുട്ടയിടാത്തൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ എന്തായാലും മുട്ടയിടും. ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇനി ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. മുട്ടയിടാത്ത കോഴികളായിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഓരോരുത്തരിങ്ങനെ മുട്ടയിടാൻ കയറിയാൽ അടുത്ത ആളിതാ പുറത്ത് നിന്നിട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കൂട്ടിലാകുമ്പോൾ നമുക്ക്
കാക്ക കൊണ്ടുപോകണ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ കോഴികൾ അപ്പുറത്ത് കൂടെ കയറും, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കിടക്കും. പിന്നെ പുറത്ത് വെക്കുമ്പോൾ അധികം കാക്ക കൊണ്ടുപോയിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ പിന്നെ കാക്ക കൊണ്ടുപോകണ പ്രശ്നമില്ല. അപ്പോൾ അവർ ഈ ഒരു കൂടിൻ്റെ തന്നെ ഒരു സൈഡിൽ നമുക്ക് ഇവിടുന്ന് മുട്ടെടുക്കാനും പറ്റും, കൂട്ടിലേക്ക് അവർക്ക് അതിനെ കയറാനും പറ്റും. ആ രീതിയിലാണ്. ഇപ്പോൾ ഇവർ ഓരോരുത്തർ ഇറങ്ങുമ്പോഴത്തേന് തന്നെ അടുത്ത ആൾക്കാരിങ്ങനെ കാത്തു നിൽക്കുക. അതിലിപ്പോൾ ബ്രഹ്മനൊക്കെ പൊരുന്നൽ തുടങ്ങിയിരിക്കുന്നത് കാരണം ബ്രഹ്മ അവിടുന്ന് എണീറ്റ് പോവാതെ അവിടെ തന്നെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബ്രഹ്മൻ്റെ കൂട്ടത്തിൽ തന്നെ 1-2 ആളൊക്കെ പോയിട്ട് മുട്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഇതൊക്കെ ഇപ്പോൾ മുട്ടയിടാൻ കയറാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. ഏതേനെ കയറാനുള്ള വഴി അറിയായിട്ട് നിൽക്കുന്നതാണ്. ഇതിപ്പോൾ 1-2-3 ആളൊക്കെ ഉണ്ട് ഓരോ കൊട്ടയിൽ തന്നെ എല്ലാവരും. നമുക്കൊരു പിടക്കോഴികളൊക്കെ ഒരു 8-10 പിടക്കോഴികളൊക്കെ ഒന്നിച്ചുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് ആവശ്യത്തിനുള്ള മുട്ടയും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് പൊരുന്നാൻ വെക്കാനുള്ള മുട്ട അങ്ങനെ ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ ബ്രഹ്മൻ്റെ മുട്ട, അതുപോലെ കരിങ്കോഴിയുടെ മുട്ട, ഇതൊക്കെ നമുക്ക് നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് എടുക്കുക ചെയ്യുക. പറ്റിയതാണ് നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ എടുക്കുകയും ചെയ്യുക. കരിങ്കോഴികളും തന്നെ എപ്പോഴും മുട്ടയിടും. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ദിവസം അവർക്ക് അങ്ങനെ പൊരിഞ്ഞ് കിടക്കണ ഇതൊന്നുമില്ല. കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും മുട്ടയിടൽ തുടങ്ങും. ബ്രഹ്മൻ പിന്നെ അങ്ങനെ പൊരിഞ്ഞ് കിടക്കും. ബ്രഹ്മന് ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് വെച്ച് കൊടുക്കണം എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതേപോലെ ഇതും തന്നെ, ഇതും പൊരിഞ്ഞ് കിടക്കുകയാണ്. ഇത് തൊപ്പിക്കോഴിയാണ്. ഇതൊന്നും അവരെ കൂട്ടത്തിലൊന്നും വന്ന് മുട്ടയിടില്ല. അവർ ഇനി വേറെ വേണം അതിനും കരിങ്കോഴിക്കൊക്കെ. ഇതിപ്പോൾ മുട്ടയിട്ടിട്ട് ഇതും പൊരുന്നൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവളൊന്ന് മുട്ടയുടെ മേലെ തന്നെ എണീറ്റ് പോവാതെ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുകൊണ്ടു. ഇതിപ്പോൾ പലവരും പറയുന്ന പ്രശ്നമാണ്, വാങ്ങിക്കൊടുന്നിട്ടൊന്നും കോഴികൾ പിന്നെ മുട്ടയിടണില്ല. അതുപോലെ വീട്ടിലത്തെ കോഴികളും തന്നെ മുട്ടയിടാൻ വേണ്ടി ഇങ്ങനെ നടക്കും, മുട്ടയിടണില്ല എന്നൊക്കെ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന തീറ്റയുടെയും പിന്നെ കൊടുക്കണൊക്കെ രീതികളാണ് ഇപ്പോൾ ഇത്. അതുപോലെ വിരമരുന്നൊക്കെ കൊടുക്കലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ മുട്ട കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല. പല ഷേപ്പിലുള്ള മുട്ടകളാണ് പല കോഴികളെ. അപ്പോൾ അതേ രീതിയിലൊക്കെയാണ് ഇപ്പോൾ നമ്മളെ മുട്ടകൾ ചിലതൊക്കെ നല്ല കളറുള്ളതും ചിലത് കളർ കുറച്ച് കുറവുള്ളതും. ബ്രഹ്മൻ്റെ മുട്ട നല്ല ബ്രൗൺ കളറിലാണ്. അതുപോലെ കരിങ്കോഴിയുടെ കുറച്ചും കൂടി വലിപ്പമുള്ള മുട്ടയാണ്. അതുപോലെ ബ്രഹ്മൻ്റെ മുട്ട നല്ല വലുതാണ്. അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചിട്ട് അത് ഇവിടെ ആവശ്യത്തിന് എടുക്കലുമാണ്. അതുപോലെ ഇപ്പോൾ ഇത് 1-2 കോഴികൾ മാത്രമുള്ളവർക്കൊന്നും ഇപ്പോൾ ഇതൊന്നും ബാധകമല്ല. അവർക്കിപ്പോൾ രാവിലെ പുറത്തേക്കാണ് വിട്ടാൽ പുറത്ത് പോയി ചിക്കിച്ചനക്കി കഴിക്കണ കോഴികളും അങ്ങനെയുള്ളവർക്കൊന്നും ഇങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷണം കൊടുക്കുകയോ ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് കോഴികളൊക്കെ ഒന്നിച്ച് വളർത്തുന്നവർക്കും അതുപോലെ കൂട്ടിയിട്ട് വളർത്തുന്നവർക്കൊക്കെ ഈ രീതി ഉപകാരപ്പെടും. പിന്നെ ഇപ്പം നെയ്യൊക്കെ കെട്ടിയ പ്രശ്നത്തിനൊക്കെ അതുപോലെ നെല്ലൊക്കെയാണ് കൊടുക്കുക. അതുപോലെ ചെറിയ ചൂടൊക്കെയുള്ള ചോറിൽ നമ്മൾ മുളകും പൊടി ഇട്ടിട്ട് അങ്ങനെയൊക്കെ കൊടുക്കും. അങ്ങനെ നെയ്യ് കെട്ടിയിട്ടുള്ള പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ഇപ്പം നെല്ലൊന്നും ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ കിട്ടുമൊന്നുമില്ല. അപ്പം നമുക്ക് ഈ രീതിയിലൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും കുറച്ചധികം കോഴികളൊക്കെ ഉള്ളവർക്ക് എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ മതി. പിന്നെ അങ്ങനത്തെ മുട്ടയിടാത്തൊരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം.